അർജുൻ, വയനാട് പച്ചിലക്കാട്ടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാട് കയറി എന്നാണ് അനുമാനമുള്ളത്. പക്ഷേ വനം വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതി? നീലിമ, ഇപ്പോൾ ഈ കടുവയുടെ കാൽപ്പാട് പിന്തുടർന്ന് വനം വകുപ്പ് എത്തിയിരിക്കുന്നത് കായിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ കായിക്കുന്നിന്റെ തൊട്ടപ്പുറത്ത്, അതായത് ഒരു കിലോമീറ്ററോളം ഉണ്ട്. ആ 1 കിലോമീറ്റർ അപ്പുറത്താണ് പിന്നീട് കാടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൂടി കടുവ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ആലോചനയിലാണ് വനം വകുപ്പ് ഉള്ളത്. അതിനാൽ തന്നെയും ഈ കുന്ന് ഭാഗം വരെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ പിന്നീട് ഈ കാൽപ്പാടുകൾ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലാണ് വനം വകുപ്പ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ കാൽപ്പാടുകൾ കണ്ടാൽ മാത്രമേ ഇനി എങ്ങോട്ടാണ് ഇത്തരത്തിൽ ഈ കടുവ പോയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്തടക്കം കാൽപ്പാടുകളുണ്ട്. പക്ഷേ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നീട് കാൽപ്പാടുകൾ കാണാത്തത് വലിയ ഒരു ആശങ്ക ഉണർത്തുന്നുണ്ട്. അതിനാൽ തന്നെയും കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നിന്നും ഈ കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഈ കാടുള്ള പ്രദേശത്തേക്ക് മാറ്റുവാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കടുവ ഇറങ്ങിയപ്പോൾ നേരെ ഓടിയത് ഈ എരനെല്ലൂർ ഭാഗത്തേക്കായിരുന്നു. ഇവിടെയൊക്കെ ജനവാസ മേഖലകളാണ്. പിന്നീട് എരനെല്ലൂർ ഭാഗത്തേക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഇന്നലെ കാണുവാൻ സാധിച്ചില്ല. ഇന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം കടുവ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത്, അതായത് ഒരു 500 മീറ്റർ അകലെ മാത്രമായി പിന്നീട് കാൽപ്പാടുകൾ കാണുകയായിരുന്നു. ആ കാൽപ്പാടുകൾ നേരെ പോകുന്നത് ഈ വലിയ കാട് നിറഞ്ഞ പ്രദേശത്തേക്കാണ്, വലിയ ഫോറസ്റ്റിലേക്കാണ്. അത് വയല് വഴി, അതായത് തൊട്ടപ്പുറത്തുള്ള വയല് വഴി നേരെ ഫോറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത്. അത്തരത്തിൽ ഈ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു അനുമാനം ഇപ്പോൾ ഉണ്ടെങ്കിലും പക്ഷേ കടുവയുടെ ബാക്കി കാൽപ്പാടുകൾ കാണാത്തത്. അർജുൻ, കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്.